ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഏപ്രിലിൽ നാട്ടിൽ പോയപ്പോൾ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ്. ഇതാണ് എൻ്റെ വീട്, എൻ്റെ തറവാട് വീട്. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ കുറച്ച് കസിൻസും ജനിച്ചു വളർന്ന വീട്. എനിക്ക് 14 കസിൻസ് ഉണ്ട്. അതിൽ ഒരു 12 കസിൻസോളം അവർ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. അപ്പം ഞങ്ങളൊരു വലിയ തറവാടാന്ന് മനസ്സിലായില്ലേ. എൻ്റെ അമ്മൂമ്മയാണിത്. അമ്മൂമ്മ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അമ്മൂമ്മ ഓർമ്മയായി. ഇത് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഉള്ള ഫോട്ടോ. വലിയ മാമനും മാമിയും കൊച്ചുമാമൻ ഇവരെല്ലാം ഓർമ്മയായി. ഈ വീട് ഒരു 70 വർഷം മുമ്പ് എൻ്റെ അപ്പൂപ്പൻ പണി കഴിപ്പിച്ച വീടാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ. അതിപ്പോഴും ഞങ്ങൾ അതുപോലെ നിലനിർത്തുന്നു. ഇവിടെ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സുനിലേട്ടൻ്റെ അച്ഛനുമാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ബ്രദറിൻ്റെ വീടുണ്ട്. എല്ലാം ഒരു കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരേ ഒരു ബ്രദറിൻ്റെ വീട്. അവൻ്റെ വീടും കടയും ഒക്കെയാണ്. ബ്രദറിന് ബിസിനസ്സാണ്. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമ്മുടെ 4 വീടുകളാണ്. ബ്രദറിൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇളയ മാമൻ്റെ വീടുണ്ട്, കുഞ്ഞുമാമൻ്റെ വീട്. ഇതേ ഞങ്ങളുടെ തറവാട് വീട് തൊട്ട് പുറകിൽ ഇത്ര അടുത്തായിട്ടാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്ന വല്യമാമൻ്റെ വീടാണ്. വല്യമാമനും മാമിയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരുടെ ഫോട്ടോയാണ് ഞാൻ നേരത്തെ അവിടെ കാണിച്ചു തന്നത്. അപ്പോൾ ഈ വീട് ഞാൻ എൻ്റെ കസിൻ അശ്വതി ചേച്ചിക്കാണ്. ചേച്ചിയും ലണ്ടനിലാണ്. അപ്പോൾ ചേച്ചി വരുമ്പോൾ മാത്രമേ ഇവിടെ താമസമുള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങൾ നേരെ പോയത് ഒരു മൺപാത്രക്കടയിലേക്കാണേ. ഇത് ശോഭന ചേച്ചിയുടെ കടയാണിത്. ചേച്ചി കട തുടങ്ങിയിട്ട് 37 വർഷമായി എന്നാണ് പറയണേ. ചേച്ചി തന്നെ സംസാരിക്കും. ഇനി കാറ്റാടിമുക്കിൽ ഗുരുമന്ദിരത്തിൻ്റെ അടുത്താണ് കട. ഞാൻ ഈ കട തുടങ്ങിയിട്ട് 37 വർഷമായി. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ച് വിൽക്കുന്നത്. ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ അറിഞ്ഞ് മേടിക്കാനായിട്ട് വരാറുണ്ട്. ഇത് പാരിപ്പള്ളിക്ക് അടുത്താണ് ഈ കട. പാരിപ്പള്ളിയിൽ നിന്നും വർക്കല റോഡിലാണ്, വർക്കലയ്ക്ക് പോകുന്ന വഴിക്ക്. ഇത് ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് മൺപാത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭരണിയും മൺചട്ടി മൺകലം ഒക്കെ വാങ്ങുന്നത്. ഇത് ചേച്ചിയുടെ മോൻ്റെ കടയാണ്. കടയ്ക്ക് ഓപ്പോസിറ്റ് തന്നെ. ഇവിടെ ധാരാളം ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ മോനാണ് ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞു വീഡിയോയിൽ അവൻ്റെ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ മുഖം ഞാൻ കാണിക്കാത്ത കേട്ടോ. പക്ഷെ അവൻ വളരെ കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ പറക്കണം, എന്തൊക്കെ വാങ്ങണം എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. അതുപോലെ കളക്ഷൻസ് ഉണ്ട്. നല്ല കുഞ്ഞു കുഞ്ഞു ഭരണികൾ, കുഞ്ഞു കുഞ്ഞു മൺപാത്രങ്ങൾ. എനിക്ക് അവിടെ നിന്ന് എത്ര പർച്ചേസ് ചെയ്താലും മതിയാവില്ല. പിന്നെ അവസാനം എൻ്റെ ബ്രദർ വഴക്ക് പറഞ്ഞു, പെട്ടെന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് ഇറക്കിക്കൊണ്ട് പോവായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ട്രിവാൻഡ്രത്തേക്കാണ്. ട്രിവാൻഡ്രത്ത് എൻ്റെ 3 കസിൻസ് ഉണ്ട്. അവരെ കാണണമായിരുന്നു. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഷീബയും കാണണമായിരുന്നു. പിന്നെ പാങ്ങോട് മിലിറ്ററി ക്യാൻറ്റീനിൽ പോയി കുറച്ച് പർച്ചേസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് 365 ദിവസവും സദ്യ കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ പോയി സദ്യ കഴിക്കണം. അപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ആ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മദേഴ്സ് വെജ് പ്ലാസ എന്നാണ്. അത് പാളയത്താണ്, ട്രിവാൻഡ്രം പാളയത്ത്. അതായത് റഷ്യൻ കൾച്ചറൽ സെന്ററിന്റെ സമീപത്തായിട്ട് ബേക്കറി ജംഗ്ഷൻ റോഡിലാണ് ഈ മദേഴ്സ് വെജ് പ്ലാസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. അവിടെ ഉച്ച സമയത്ത് 365 ദിവസവും നമുക്ക് സദ്യ ലഭിക്കും. പക്ഷെ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വെളിയിലും കൂടെ ക്യൂ ആയിരുന്നു. അപ്പോൾ അത് കാരണം അവിടുത്തെ വീഡിയോസ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അടുത്ത തവണ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അവിടുത്തെ സദ്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഞങ്ങളുള്ളത് പാങ്ങോട് മിലിറ്ററി ക്യാൻറ്റീനിലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പാങ്ങോട് ക്യാൻറ്റീനിൽ വരുന്നത്. സാധാരണ ഞങ്ങൾ കൊച്ചിയിലെ നേവൽ ബേസിൻ്റെ ക്യാൻറ്റീനിൽ നിന്നാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ അയിലാണുള്ളത്. ഇവിടെ നിന്ന് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും തന്നെ എനിക്ക് വേണ്ട. എന്നാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ, കടകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പരതാത്ത സ്ഥലങ്ങളില്ലല്ലോ. അപ്പം അതുപോലെ ഓരോ മുക്കും മൂലയും പരിധിയാണ് ഞാനും അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ കൊച്ചിയിലെ അത്രയും സാധനങ്ങളോ അത്രയും ഐറ്റംസോ ഒന്നും അത്രയും വലിയ ക്യാൻറ്റീനും അല്ലായിരുന്നു ഇത്. തന്നെയല്ല, ക്യാൻറ്റീനകത്ത് നല്ല തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ട് കാര്യമായിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് ഒന്നും ഞാൻ അവിടെ ചെയ്തില്ല. എനിക്ക് പിന്നെ കുറച്ച് പ്രഷർ കുക്കറൊക്കെ ആയിരുന്നു വേണ്ടത്. അപ്പം ഞാൻ അതൊക്കെ പർച്ചേസ് ചെയ്തു. പേയ്മെൻറ്റിന് വന്നപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പേയ്മെൻ്റൊക്കെ ചെയ്ത് ഇറങ്ങി. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത്
ഗോപു നന്ദലത് ജിമാർട്ടിലേക്കാണ്. അവിടുന്ന് ബ്രദറിന് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണമായിരുന്നു. പിന്നെ അതും പർച്ചേസ് ചെയ്ത് അവിടുന്ന് ഞങ്ങൾ നേരെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ കയറി അവരെയൊക്കെ സന്ദർശിച്ച് അത് കഴിഞ്ഞ് ഫ്രണ്ടിനെയും കണ്ട് പിന്നെ നേരെ ഒരു കേക്കും വാങ്ങി കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക്. അവിടെ പോയതിന് 2 ഉദ്ദേശമുണ്ട്. റേയുടെ കൂടെ കളിക്കുക. റേയ എന്ന് പറഞ്ഞ കുഞ്ഞമ്മയുടെ നായ്ക്കുട്ടിയാണ്. പിന്നെ കുഞ്ഞമ്മ സീക്രട്ട് ആക്കി വെച്ചിരുന്ന കുഞ്ഞമ്മയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം അതുകൂടെ ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ഞങ്ങൾ വല്ലപ്പോഴും അല്ലേ നാട്ടിൽ വരാറുള്ളൂ. അപ്പോൾ ആ ഒക്കേഷൻസ് ഒക്കെ പറ്റുന്ന വിധം എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കേക്കൊക്കെ ആയിട്ട് അവിടെ പോയി റേയെ കളിപ്പിച്ച് കുറച്ച് നേരം. റേയ ഭയങ്കര ഹൈപ്പറാണ്, ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല, നമ്മുടെ കയ്യിലൊന്നും അധികം നേരം ഇരിക്കത്തില്ല. ഇങ്ങനെ ചാടി ഓടി കളിച്ച് നടക്കുന്ന സ്വഭാവമാണ് അവൾക്ക്. ഇപ്പോഴത്തെ എൻ്റെ വീഡിയോഗ്രാഫർ ജഗനാണ്. ജഗൂട്ടൻ എൻ്റെ ബ്രദറിൻ്റെ മോനാണ്. അപ്പോൾ അവൻ റേയുടെ പുറകെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. റേ എൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഓടി അമ്മയുടെ അടുത്ത് പോയി അവിടെയൊക്കെ കിടന്ന് കറങ്ങുവാണ്. Happy birthday to you. Happy birthday to you. Birthday to you. Birthday to you. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.